മ്യൂച്വൽ ഫണ്ടുകളിലും ഡിജിറ്റൽ ഗോൾഡായ സോവറിൻ ഗോൾഡ്, അതുപോലെ വിവിധ കമ്പനികളുടെ സെക്യൂരിറ്റി ബോണ്ടുകൾ, പിന്നെ ഓഹരി വിപണിയിലൊക്കെ നമുക്ക് സ്വന്തമായി നിക്ഷേപം നടത്തുന്നതിനുള്ള SBI ബാങ്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് SBI സെക്യൂരിറ്റി. ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ SBI ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത് ഓഹരികളും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നമ്മൾ SBI സെക്യൂരിറ്റി ആപ്പിനകത്ത് വാങ്ങിക്കഴിഞ്ഞാൽ SBIയുടെ യോനോ SBI ആപ്ലിക്കേഷനകത്ത് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. SBI സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക്, എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് തുടങ്ങിയവയെക്കുറിച്ചുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് കാണുക. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് മറ്റു ബാങ്കുകളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് SBI സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം ഈ ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏഞ്ചൽ വൺ ആപ്ലിക്കേഷനൊക്കെ ആയിരിക്കും കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിലും ബാങ്കിൻ്റെ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും SBI സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് SBI സെക്യൂരിറ്റി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്ക് എങ്ങനെയാണ് പുതിയ അപ്ഡേറ്റ് പ്രകാരം SBI സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്, SBI സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായി വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടിലും സോവറിൻ ഗോൾഡൊക്കെ വാങ്ങുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് SBI സെക്യൂരിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് SBI സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങളിതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ SBI സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ SBIയുടെ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് എങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇത്തരത്തിലാണ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ വരും. അപ്പോൾ നമുക്ക് മെയിൽ വഴി ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു 3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഇമെയിലായിട്ട് നമുക്ക് പാസ്വേഡും യൂസർ ID ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോയിട്ട് നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്താണ് SBI സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അതൊന്നും ഞാനിവിടെ കാണിക്കാത്തത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഫിംഗർ പ്രിൻ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി റെഡിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മൾ ഫിംഗർ പ്രിൻറ്റിൻ്റെയൊക്കെ സെറ്റിങ്സ് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് പുതിയ ആപ്ലിക്കേഷൻ നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, നമുക്ക് കാര്യമായിട്ട് ഒരു കാര്യങ്ങളും മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത്. ഇവിടെ താഴെയായിട്ട് സെൻട്രൽ വാച്ച് ലിസ്റ്റ് ഡിഫോൾട്ടായിട്ട് സെറ്റായിട്ടായിരിക്കും വരുന്നത്. നമുക്ക് ഈ ആപ്ലിക്കേഷനെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും താഴെ വലത് സൈഡ് കണ്ടോ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പഠിക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ താഴെയായിട്ട് ഏറ്റവും താഴെ വലത് സൈഡ് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ കുറേ അധികം ഓപ്ഷൻസ് വരും. ഫസ്റ്റ് തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഫസ്റ്റ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര് കാണും. അത് കഴിഞ്ഞ് നമുക്ക് കുറേ അധികം ഓപ്ഷൻസുകൾ ഇതുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള യാതൊരു ധാരണയും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്പ്ലോർ ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ താഴെ ഇൻവെസ്റ്റ് നൗ എന്ന് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറേ അധികം ഫണ്ട്സുകൾ കാണാൻ പറ്റും, മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ഇതിൽ തന്നെ വളരെ നല്ല ഫണ്ടുകളാണ് ഇവർ നമുക്കിവിടെ സജസ്റ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡെപ്റ്റ് ഫണ്ടാണ്. ഡെപ്റ്റ് ഫണ്ട് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5000 രൂപയാണ്.
അതുപോലെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5000-ൻ്റെ കുറേ ഫണ്ടുകളൊക്കെയാണ് ഇവിടെ ഫസ്റ്റ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ പർച്ചേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺ ടൈം എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എത്ര രൂപ ആണോ മാസം എത്ര രൂപയ്ക്കാണ് വാങ്ങേണ്ടത്, അപ്പോൾ മിനിമം ഒരു 5000 രൂപയാണ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇടുന്നതെങ്കിൽ 5000 രൂപ സെലക്ട് ചെയ്യുക. ഇനി കൂടുതലാണ് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എമൗണ്ട് കൂട്ടാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലാണോ ഈ മ്യൂച്വൽ ഫണ്ട് വരേണ്ടതെന്ന് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിത് മോഡ് ഡിമാറ്റ് അക്കൗണ്ട് തന്നെ വന്നിട്ടുണ്ടാവും. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്ത് പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ യോനോ SBI അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ആവും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ജസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഫണ്ടുകൾ നോക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മികച്ച ഫണ്ടുകൾ കണ്ടുപിടിക്കുന്നതിനാണ് ഇത്രയും ഓപ്ഷൻസുകൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ELSS എന്ന് പറഞ്ഞിട്ട് അല്ലെ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്, ലാർജ് ക്യാപ്പ് ഫണ്ട്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്, സ്മാൾ ക്യാപ്പ് ഫണ്ട്, ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്, ഫ്ലക്സി ക്യാപ്പ് ഫണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞാൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ലാർജ് ക്യാപ്പ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഫണ്ടുകൾ, നമുക്ക് ഏറ്റവും നല്ല ഫണ്ടുകൾ നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, മിനിമം ഇൻവെസ്റ്റ് 100 രൂപ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ 3 ഇയർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്, 5 ഇയർ. അപ്പോൾ ഓരോ 3 വർഷം കൂടുമ്പോൾ എത്ര രൂപയാണ് നമുക്കിവിടെ റിട്ടേൺ കിട്ടുന്നത്? 15% റിട്ടേൺ 3 കൊല്ലത്തിന് ഉള്ളിൽ. കഴിഞ്ഞ 3 കൊല്ലം ഈ ഫണ്ട് ICICI പ്രൂഡൻഷ്യൽ ബ്ലൂ ചിപ്പ് ഫണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 കൊല്ലം 15.94% റിട്ടേൺ കൊടുത്തത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1 ലക്ഷം രൂപ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് 3 വർഷത്തിന് ശേഷം നമുക്ക് 15,000 രൂപ, അതായത് 15% പലിശ പോലെ റിട്ടേൺ നമുക്ക് കിട്ടും എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണയാണെങ്കിൽ നമുക്ക് വെറും 7% FD ഒക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ടാൽ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 ഇയർ നോക്കാം. 1 വർഷം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 1 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വെറും 10% കിട്ടുന്നത്. സാധാരണ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇട്ടാൽ വെറും 7% 8% ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ കിട്ടും. പക്ഷേ അടുത്ത് SBI ബ്ലൂ ചിപ്പ് ആണെങ്കിൽ 6% മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല ഫണ്ടുകൾ നമുക്ക് കണ്ടോ, ഇവിടെ നെഗറ്റീവായിട്ട് നോക്കാം. കാനറ റെപ്കോ ബ്ലൂ ചിപ്പ് ഫണ്ടൊക്കെ വെറും കഴിഞ്ഞ വർഷം 1% മാത്രമാണ് റിട്ടേൺ കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളെ സംബന്ധിച്ച് എപ്പോഴും കൂടുതൽ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നതെന്നും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ കണ്ടോ, ഇവിടെ 5 വർഷം കൊടുത്തപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് നമുക്ക് വാങ്ങണമെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അസറ്റ് ലൊക്കേഷൻ, ഇത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ ഗ്രാഫ് കാണാം. 3 വർഷത്തിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതിനുശേഷം ഇത് ഇക്വിറ്റികളിലാണ്, ഓഹരികളിലാണ് ഇത് നിക്ഷേപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു നെറ്റ് അസറ്റ് NAV എന്ന് പറഞ്ഞാൽ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയും. അതായത് നമുക്ക് ഒരു സ്റ്റോക്കിൻ്റെ വില പോലെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് 41 രൂപയാണ് ഇപ്പോൾ വില. ഇതിപ്പോൾ വില കൂടുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ ഗ്രാഫിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഇത് 41 എന്ന് പറയുന്നത് കൂടി വരും, താഴേക്ക് വരുമ്പോൾ 30-20 രൂപയായിട്ടൊക്കെ കുറയും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ കുറഞ്ഞിരിക്കുമ്പോൾ വാങ്ങുകയും വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോവുകയും, അപ്പോൾ ഈ 41 എന്ന് പറഞ്ഞാൽ 60-70 ഒക്കെ ആവും. അപ്പോൾ നമുക്ക് വില കൂടുതൽ കിട്ടുമ്പോൾ വിൽക്കാനും പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൻ്റെ. അപ്പോൾ നമുക്ക് അസറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഏതൊക്കെ സെക്ടറുകളിലാണ്, ഏതൊക്കെ മേഖലകളിലാണ് ഈ ഫണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത്, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഓഹരികളിലാണോ, ബാങ്ക് ഓഹരികളിലാണ്, കമ്പനീസുകൾ, ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്കിയുള്ള ഇക്വിറ്റിയുള്ള 97%, ഡെപ്റ്റ് ഫണ്ടുകളിൽ 2.62% ഒക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് SIP ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഓരോ മാസവും റെഗുലറായിട്ട് ഓരോ മാസവും ഒരു 500-1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. സ്റ്റാർട്ട് SIP എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു മാസം നമുക്കൊരു 1000 രൂപയാണ് ഇടേണ്ടതെങ്കിൽ ഇവിടെ 1000 ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് മന്ത്ലി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ടേൺ ഓവർ അണ്ടിൽ ക്യാൻസൽ, എൻ്റർ ടേൺ ഓവർ, 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു മാസം ഇല്ല എങ്കിൽ നമുക്കത് പ്രശ്നമൊന്നുമില്ല. അതാണ്. അപ്പോൾ ഏത് ദിവസമാണ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവേണ്ടെന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് മോഡാണ്. അപ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് മാറ്റീരിയൽ ഫോർ ഓട്ടോ ഡെപ്റ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും യോനോ അല്ലെങ്കിൽ SBI ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇനി നമുക്ക് ഓൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരേ ഒരു തവണ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ ഈ ഓൺ ടൈം ഓപ്ഷൻ ഉപയോഗിക്കാം. SIP ആണ് ചെയ്യുന്നതെങ്കിൽ റെഗുലറായിട്ട് എല്ലാ മാസവും നമ്മളൊന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഉള്ള ഒരു ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ തന്നെ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് വലിയ മ്യൂച്വൽ ഫണ്ടുകളാണ്, സ്മാൾ ക്യാപ്പ് ചെറിയ ഫണ്ടുകളാണ്, ബാലൻസ്ഡ് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസൊക്കെ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ കാണാം. അടുത്ത് വരുന്നത് ഇവിടെ കണ്ടോ, SGB എന്ന് എഴുതിയിരിക്കുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ട്. അതായത് നമുക്ക് റിസർവ് ബാങ്ക് ഓരോ വർഷത്തിൽ പല തവണ ഇങ്ങനെ ഡിജിറ്റൽ ഗോൾഡ് വിൽക്കും, അതായത് ഗോൾഡ് ബോണ്ടുകൾ ഇറക്കും. അപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ സോവറിൻ ഗോൾഡിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, അപ്പോൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ സോവറിൻ ഗോൾഡ് വാങ്ങുന്നതിന് ഈ SGB എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. IPO നമുക്ക് ഷെയർ മാർക്കറ്റിൽ പുതുതായിട്ട് സ്റ്റോക്കുകൾ വരുമ്പോൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യൽ പബ്ലിക് ഓഫർ തരും. അപ്പോൾ അത് വാങ്ങുന്നതിനാണ് നമുക്ക് ഈ IPO അല്ലെങ്കിൽ ഈ FPO ഒക്കെ ഉപയോഗിക്കുന്നത്. FPO എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള സ്റ്റോക്ക് തന്നെ പുതിയതായിട്ട് സ്റ്റോക്കുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ OFS എന്ന് പറയുന്ന ഒരു സംഭവം, കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഏതെങ്കിലുമൊക്കെ ബോണ്ടുകൾ വാങ്ങാൻ പറ്റും. അതേപോലെ തന്നെയാണ് പബ്ലിക്കായിട്ട് ഇഷ്യൂ ചെയ്യുന്ന റെഗുലർ ഇൻകം കിട്ടുന്ന കുറേ കമ്പനീസുകളിലൊക്കെ നമുക്ക് ഇതാ കണ്ടോ, മുത്തൂറ്റിൻ്റെ ഒരു വർഷം നമുക്കിതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഓഹരികൾ പോലെ അവർ ഇറക്കുന്ന കടപ്പത്രങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷൻസാണ്. അതേപോലെ തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ താഴെ കുറച്ച് പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. സോവറിൻ ഗോൾഡ് ബോണ്ട് SBI വഴി വാങ്ങാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. പിന്നെ ബാക്കി ഏതെങ്കിലും ഗവൺമെൻറ് സെക്യൂരിറ്റീസുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുടെ ബോണ്ടുകളൊക്കെ വാങ്ങാൻ ഇത്തരം ഓപ്ഷൻസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിനി കാര്യമായ ഷെയർ മാർക്കറ്റിലേക്ക് വരാം. അപ്പോൾ നമുക്കിവിടെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് ഇത്രയും ഞാൻ കാണിച്ചു തന്നത്. അടുത്ത് വരുന്നത് നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഇടത് സൈഡ് ഒരു 3 ലൈൻ കണ്ടോ വരാം, ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. പിന്നെ ലിമിറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് ഇവിടെ കാണാം. ഈ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ SBI ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് യോനോ SBIക്ക് അകത്ത് തന്നെ നമുക്ക് ഇവിടെ ഈ ഹോൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഹോൾഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ SBI അക്കൗണ്ടിലുള്ള ബാലൻസ് ആണ് ഇവിടെ കാണുന്നത്, ഷോ അക്കൗണ്ട് ബാലൻസ്. ഇവിടെ എൻ്റെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ 1687 രൂപയാണ്. അപ്പോൾ നമുക്ക് ഈ സെക്യൂരിറ്റി വഴി ഷെയർ മാർക്കറ്റിലേക്ക് വാങ്ങുന്നതിനുള്ള ഫണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഒരു 500 രൂപ നമ്മൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഹോൾഡ് ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് SBIയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഈ 500 രൂപ പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഈ നമ്മുടെ ഷെയർ മാർക്കറ്റിൽ നമുക്കല്ല മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നതിന് തുല്യമായിട്ട് അവിടെ കിടക്കും. എന്നാൽ നമുക്ക് ഇത് അത്യാവശ്യമാണെങ്കിൽ നമുക്ക് SBIയുടെ അക്കൗണ്ടിന് യോനോ ആപ്പ് വഴി നമുക്കിത് എടുക്കാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാതെ തന്നെ SBI വഴിയുള്ള ഈ SBI സെക്യൂരിറ്റി ആപ്പാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ഷെയർ പ്ലഡ്ജ് ചെയ്ത് കടം വാങ്ങി വീണ്ടും നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങുന്നതിനുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കണ്ട. അപ്പോൾ ഈ ഫണ്ട് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്, എങ്ങനെയാണ് സ്റ്റോക്ക് വാങ്ങുന്നതിനുള്ള ഫണ്ട് കിട്ടേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എളുപ്പമാണ് ഈ ഹോൾഡ് ഫണ്ട് ഓപ്ഷൻ ഉപയോഗിക്കുക. SBIയിലെ ബാലൻസ് ഇവിടെ കാണാം, അതിൽ നിന്ന് എത്ര രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണോ അത് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻ്റർ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് ഇതിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SBI ബാലൻസിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. ഇവിടെ എൻ്റർ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, UPI ID വഴി നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാൻ പറ്റും. ഇനി റിലീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഇവിടെ ഹോൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഹോൾഡ് ചെയ്തില്ലേ, ഇത് നമുക്ക് റിലീസ് ചെയ്യാവുന്നതിനാണ് ഈ ഓപ്ഷൻ, റിലീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. ഇനി പൈസ പിൻവലിക്കുന്നതിനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും നമ്മളെ യോനോ ആപ്പിലേക്ക് അല്ലെ SBI ആപ്പിലേക്ക് നമുക്ക് തിരിച്ചു പോകുന്നതിന് എൻ്റർ എമൗണ്ട് വിഡ്രോവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. പിന്നെ ട്രാൻസ്ഫർ ഹിസ്റ്ററി ഇത്രയും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽ എല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പുതിയ അപ്ഡേഷൻ പ്രകാരം. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ജസ്റ്റ് ലാസ്റ്റ് കാണിച്ചു തരാം.
അടുത്ത് നമുക്കിവിടെ ഐഡിയാസ് എന്ന് പറഞ്ഞ ഏറ്റവും താഴെ വലത് സൈഡിൽ നിന്ന് രണ്ടാമതൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടൊക്കെ ഷെയർ മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് ഏത് സ്റ്റോക്ക് വാങ്ങണം അല്ലെങ്കിൽ ഏത് ഓഹരികൾ വാങ്ങണം വിൽക്കണം എന്നൊന്നും യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഇക്വിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനായിരിക്കും ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റിയാണ് നമുക്ക് ഓഹരികൾ വാങ്ങുന്നതിന്, ഏതെങ്കിലും കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്നതിനുള്ളതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് നമുക്കറിയാവുന്നതാണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. അപ്പോൾ അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, നമ്മളൊരു എക്സ്പെർട്ട് ആണെങ്കിൽ മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ കറൻസി നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമായി നമ്മളൊരു ദീർഘകാലത്തേക്ക് ഏതെങ്കിലും ഓഹരികൾ വാങ്ങി നിക്ഷേപിച്ച് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസർച്ച് ഐഡിയാസ് എടുക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, ഇക്വിറ്റി സെലക്ട് ആവും. ഈ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ ദീർഘനാളത്തേക്ക് സ്റ്റോക്കുകൾ വാങ്ങുന്നതിനാണ് ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഈ SBA നമുക്ക് നഷ്ടമുണ്ടാവാത്ത തരത്തിൽ നമുക്ക് ഉള്ള ഓഹരികൾ അല്ലെങ്കിൽ കമ്പനീസുകളുടെ സ്റ്റോക്കുകൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഇവർ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് മറ്റ് എവിടെയെങ്കിലും പോയി വിദഗ്ധരുടെ അഭിപ്രായം നോക്കിയിട്ട് നല്ല സ്റ്റോക്കുകൾ വാങ്ങാം. ഇനി നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ട് നല്ല സ്റ്റോക്കുകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്നും അറിയാത്തവർക്ക് ഏതെങ്കിലും ഓഹരികൾ വാങ്ങണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മസഗോൺ ഡോക്ക് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്, ഷിപ്പൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ വില 723 രൂപയാണ്. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 867 രൂപ. ഉദാഹരണം ഇവിടെ എൻട്രി പ്രൈസ് 754. ഇവിടെ 754 രൂപ എത്തുമ്പോൾ ഈ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുക. ഇപ്പോൾ അതിൻ്റെ വില 724 അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുക 724 സ്റ്റോക്ക്, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ ലാഭമല്ലേ എന്ന്. തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്, പക്ഷേ ഒരുപാട് കാലം നമ്മൾ ഇട്ടിരിക്കേണ്ടി വരും. സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ 754 വന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് വേഗം 867 എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടും, 19% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ 3% ലോസ് ആയിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിടത്ത് എത്ര എണ്ണമാണോ വാങ്ങേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ക്വാണ്ടിറ്റി ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വില 724. ഇവിടെ നമുക്ക് 724 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എത്ര രൂപയ്ക്കാണോ വാങ്ങേണ്ടത് ആ എമൗണ്ട്. ഇപ്പോഴുള്ള മാർക്കറ്റ് വിലയ്ക്ക് വാങ്ങണമെങ്കിൽ ഈ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ഈ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ്, ട്രിഗർ പ്രൈസൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ബൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഒന്നും അറിയാത്തവർക്ക് സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ച് ഐഡിയാസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത് കഴിഞ്ഞ് വരുന്നത് വാച്ച് ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്കുകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ സ്റ്റോക്കുകൾ വാങ്ങാം. ഇപ്പോൾ വാച്ച് ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നമ്മളിവിടെ ഫെഡറൽ ബാങ്ക് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതാ ഫെഡറൽ ബാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ഇത് ആഡ് ആവും. അപ്പോൾ ഇനി നമ്മൾ ഈ വാച്ച് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ വാച്ച് ലിസ്റ്റ് താഴെ സെൻറ്ററിലുള്ള വാച്ച് ലിസ്റ്റ് പോയിക്കഴിഞ്ഞാൽ കേട്ടോ, നമ്മൾ കുറേ വാച്ച് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൽ വാച്ച് ലിസ്റ്റിൽ ഈ ഫെഡറൽ ബാങ്ക് വന്നു. അപ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഏതെങ്കിലും സ്റ്റോക്കിനെ പറ്റിയൊക്കെ അറിയാമെങ്കിൽ നമ്മളതൊന്ന് സെർച്ച് ചെയ്ത് ഈ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ അതിൻ്റെ വില കുറയുമ്പോൾ വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. അപ്പോൾ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്കുകളൊക്കെ വാങ്ങുക. അപ്പോൾ ഇനിയും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി വാങ്ങി വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ. ഈ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം സ്റ്റോക്കൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും അല്ലെങ്കിൽ ഈ നമുക്ക് SBI സെക്യൂരിറ്റി നമുക്ക് കുറച്ച് ഒരു മാസത്തേക്ക് കടമായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് തരും. അപ്പോൾ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് 25% ഇതിൻ്റെ ലോ പേ ആസ് ലോ, 25% ക്യാരി ആൻഡ് പൊസിഷൻ അപ് ടു 30 days ആണ് വരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ. പിന്നെ ഒരു കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കവർ എന്ന് പറഞ്ഞ ഓർഡർ വളരെ നല്ലൊരു ഓർഡറാണ്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസും ലിമിറ്റും ഒക്കെ ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്ത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു സംഭവം കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കുക. കവർ ഓർഡർ വളരെ നല്ലൊരു ഓപ്ഷനാണ്. മറ്റ് സ്റ്റോക്ക് ബ്രോക്കറുകളിൽ ഒക്കെ ഉള്ളതിനേക്കാളും നല്ലൊരു ഫ്യൂച്ചറായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കർമാരിലും ഇതേ ആപ്ലിക്കേഷനിലൊക്കെ ഇത് ഉള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഈ കവർ ഓർഡർ ഈ SBI സെക്യൂരിറ്റിയിൽ വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉപയോഗിക്കാനൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ് വരുന്നത്. നിങ്ങൾക്കറിയാം, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കണ്ടോ ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി സ്റ്റോക്കാണ് വാങ്ങിയെങ്കിൽ ഇവിടെ കാണാം. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ ട്രേഡ് പൊസിഷൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് എല്ലാ ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ പറ്റും. ഡെറിവേറ്റീവിലുള്ളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് വരും. അപ്പോൾ ഞാനിവിടെ ഒന്നും വാങ്ങിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇവിടെ കാണാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇപ്പോൾ വാങ്ങിക്കഴിയുന്ന ഡീറ്റെയിലാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ വാങ്ങി ലോങ് ടൈമിലേക്ക് നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പോർട്ട്ഫോളിയോ ഏറ്റവും ആദ്യം കണ്ടോ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ഇത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നഷ്ടത്തിലാണ് 23 രൂപ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇക്വിറ്റിയിലാണ്. അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ പോർട്ട്ഫോളിയോ കാണണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും. ഡിമാറ്റ് ബാലൻസ് ഡിമാറ്റിലാണ് നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിലാണ് ഇത് കിടപ്പുള്ളത്. അതിൻ്റെ ഡീറ്റെയിലും നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ ഇവിടെ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കിടപ്പുള്ളത് കാണാം. ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഇതൊന്നും കാണുന്നില്ല. പിന്നെ അൺസെറ്റിൽഡ് ആയിട്ടുള്ളത് ഇത്രയുമാണ് ഈ താഴെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഏറ്റവും മുകളിൽ ഇടത് സൈഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽ കാണാൻ പറ്റും. ഫണ്ട് ആഡ് ചെയ്യാം, ഹോൾഡ് ആൻഡ് റിലീസ്, പ്ലഡ്ജ് ചെയ്യാം. അതായത് നമ്മൾ വാങ്ങിയ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൽ തന്നെ നമ്മൾ അതിനെ പണയം വെച്ചുകൊണ്ട് നമുക്ക് ഇൻട്രാഡേ ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷനാണ്. അൺപ്ലഡ്ജ് തിരിച്ച് ചെയ്യാം. പൊസിഷൻസ് നോക്കാം, ഡിമാറ്റ് ബാലൻസ് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ വരുന്നത് പുതിയൊരു ഫ്യൂച്ചറാണ്, പുതിയ അപ്ഡേറ്റ് ഓപ്ഷൻ അരീന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇതിൽ നമ്മൾ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഫ്യൂച്ചറാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക, അതിനുശേഷം നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ സെലക്ട് ചെയ്യുക, അടുത്ത എക്സ്പയറി സെലക്ട് ചെയ്യുക. നമുക്ക് മുകളിലേക്ക് പോകും എന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ കോൾ ബട്ടൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതും നമുക്ക് റിസ്ക് കുറവായിട്ടുള്ള നമുക്ക് വാങ്ങാൻ പറ്റിയ ഡിമാറ്റ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ നമുക്ക് ഓരോ സ്ട്രൈക്കുകളും ഇവിടെ കാണിച്ചു തരും. അപ്പോൾ നമുക്കിത് വാങ്ങാനും അൺലിമിറ്റഡ് പ്രോഫിറ്റ് എത്രയാണ് ലോസ് വരുന്നു കഴിഞ്ഞാൽ 3000 രൂപ ലോസ് വരും, ഇത്ര രൂപയാണ് വില, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇത് മീഡിയം റിസ്ക്കാണ്, ഹൈ റിസ്ക്കാണ്, ഇതൊക്കെ നമുക്ക് നോക്കിയിട്ട് വാങ്ങാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ നമ്മൾ ഇൻട്രാഡേ ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം ആക്റ്റീവ് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ പൈസയൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നേരത്തെ ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ SBI സെക്യൂരിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വരുന്ന പ്രധാന പുതിയ അപ്ഡേറ്റിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മളൊരു സ്റ്റോക്ക് ONGC എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നമ്മളെടുത്തു. സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണണമെങ്കിൽ നമുക്കിവിടെ ഇവിടെ കണ്ടോ ഫസ്റ്റ് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർവ്യൂ ആയിട്ട് ഇപ്പോൾ എത്ര പേര് വാങ്ങുന്നു വിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ഇത് വാങ്ങുന്നവരും ഈ റെഡ് കളർ വിൽക്കുന്നവരുമാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പൺ ക്ലോസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. എങ്ങനെയാണ് ഇന്ന് ഓപ്പൺ ചെയ്ത വില എത്ര, ഇന്നലെ ഇത് ക്ലോസ് ചെയ്ത വില എത്ര, ഇന്ന് എത്രയാണ് ഹൈ പോയത് ലോ പോയത്, ഇപ്പോഴത്തെ വില എത്ര എന്നൊക്കെ കാണാം. സിഗ്നൽ കാണാം. സിഗ്നലിൽ ഇപ്പോൾ ബിയറിഷാണ്, മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള 2 ചാൻസും മുകളിലേക്ക് പോകാൻ 14 ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ബുള്ളിഷാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താ ഇവിടെ കണ്ടോ ആരോ ഇപ്പുറത്താണ്. അപ്പോൾ ഇത് മുകളിലേക്ക് ONGC പോകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ONGC എന്ന് പറഞ്ഞാൽ സ്റ്റോക്കുമായിട്ട് സിമിലർ ആയിട്ടുള്ള അതേപോലത്തെ സ്റ്റോക്കുകളും ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ONGC ഒക്കെ നല്ലൊരു സ്റ്റോക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്കിവിടെ കണ്ടോ റിട്ടേൺ ആൻഡ് വോളിയം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കിൽ എത്രയാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു 3 മാസം സെലക്റ്റിൽ ഇവിടെ ഒരു വീക്കിൽ എത്ര ശതമാനമാണ് പ്രോഫിറ്റ് ഉണ്ടായത്, ഒരു മാസത്തിൽ, 3 മാസത്തിൽ, 6 മാസത്തിൽ, ഒരു വർഷത്തിൽ ഇത് ലോസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ എത്ര വോളിയത്തിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്,
അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫിനാൻഷ്യൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ക്വാർട്ടർലി പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആനുവൽ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ കൺസോളിഡേറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ നിന്നും പി റേഷ്യോ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്നും അതിൻ്റെ ഒരു എക്സ്പെൻസ്, അതിൻ്റെ പ്രോഫിറ്റ് ലോസ്, ആ കമ്പനിയെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ വരുന്നത് ഇവിടെ ടെക്നിക്കൽസ്. അപ്പോൾ ടെക്നിക്കൽസ് അറിയാം, നമ്മൾ 2 രീതിയിലാണ് ഫണ്ടമെൻ്റൽ അടിസ്ഥാനപരമായിട്ട് പഠിക്കാൻ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ടെക്നിക്കലായിട്ടൊക്കെ നമുക്ക് നോക്കുന്ന ഇൻട്രാഡേ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ടെക്നിക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻട്രാഡേ ഒക്കെ ചെയ്യാം. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഇപ്പോൾ ഹൈ ആണ്, ബുള്ളിഷ് ആണെന്ന് നമുക്ക് കാണാം. മാർക്കറ്റ് സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ SMA നോക്കിയാലും ഏകദേശം അതേപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നും ടെക്നിക്കലായിട്ട് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറേയധികം പോസിറ്റീവ് ഇൻഡിക്കേറ്റർ, നാച്ചുറൽ ഇൻഡിക്കേറ്റർ, നെഗറ്റീവ് ഇൻഡിക്കേറ്റർ, എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ന്യൂസ് ആൻഡ് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ONGC സംബന്ധിച്ച് വരുന്ന ഓരോ ന്യൂസുകളും നമുക്കിവിടെ ലാസ്റ്റ് അപ്ഡേറ്റ് ഫെബ്രുവരി 16 വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത് NSEയിലാണ്, BSEയിലും നമുക്ക് നോക്കാം, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും നമുക്ക് നോക്കാൻ പറ്റും. ഇങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാണുന്നത്. പിന്നെ നമുക്കിതിൻ്റെ ചാർട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ONGCയുടെ ചാർട്ട് നോക്കി നമുക്ക് ഇൻട്രാഡേ ഒക്കെ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വർഷത്തെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. ഇവിടെ 3 വർഷം 5 വർഷം ഒക്കെ നോക്കിയിട്ട് നമുക്ക് സ്റ്റോക്ക് വാങ്ങാനുള്ള ചാർട്ടിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ എന്തായിരുന്നാലും കൊള്ളാം. SBI സെക്യൂരിറ്റിയുടെ പുതിയ അപ്ഡേറ്റ് മറ്റ് സ്റ്റോക്ക് ബ്രോക്കർമാരുടെ ആപ്ലിക്കേഷനേക്കാളും ബാങ്ക് നൽകുന്ന ഈ ഒരു ആപ്പിൽ വളരെയധികം മികച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പഴയ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, യൂസർ ഫ്രണ്ട്ലി ഒന്നും ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വളരെ സിമ്പിളാക്കിയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്റ്റോക്കുകൾ വാങ്ങാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, സോവറൻ ഗോൾഡ് വാങ്ങാനൊക്കെ ഉള്ള രീതിയിലാണ് ഇവർ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാനിവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.